നമ്മുടെ കേരളത്തെ മറക്കില്ല മധ്യപ്രദേശിൽ നിന്ന് വന്ന ഈ പോലീസുകാർ. ഇവർ വിരൽ ചൂണ്ടിയിട്ട് തന്നെയായിരുന്നു ഇത്ര നാളിവിടെ വണ്ടി നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അവരൊന്നും പറയാതെ ആ സ്കൂൾ ബസ് അവരുടെ അടുത്ത് വന്നങ്ങ് നിന്നു. അതിൽ നിന്ന് കുറച്ച് അധ്യാപകരും മക്കളും അവരുടെ അടുത്തേക്ക് വന്നു. ഇത്രയും ആൾക്കാരെന്തിനാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതെന്നായി ആദ്യം അവർ. വലിയ ചോദ്യം പറച്ചിലൊന്നുമില്ല, ആ പ്രദേശം അവരങ്ങ് കയ്യേറി. ഒരു കന്നാസിൽ മോരുംവെള്ളമായിരുന്നു. പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്നാം തരം മോരുംവെള്ളം. പൊരി വെയിലത്തല്ലേ, ഒരുപാട് ആഗ്രഹിച്ചാൽ ഒന്ന് കിട്ടാൻ വേണ്ടി. പിന്നെ എന്ത് ഇലക്ഷൻ ഡ്യൂട്ടി അല്ലേ. ആസ്വദിച്ചങ്ങോട്ട് കുടിച്ചു. നിറഞ്ഞാ കുടിച്ചത്. ചെറുചിരിയോടെയായി മക്കളെല്ലാം പങ്കുവെച്ച്. ഇനി തോക്കെടുക്കാമെന്ന് വിചാരിച്ച പോലീസുകാർക്ക് തെറ്റി. അടുത്തത് തണ്ണിമത്തന. ചക ചക ചകാന്ന് അധ്യാപകർ മുറിച്ച് വെച്ചു. ടപ്പ് ടപ്പ് ടപ്പേന്ന് അവിടെ നിന്ന് എല്ലാവരും അതങ്ങ് തീർത്തു. ഇത്രയും ദിവസത്തിനുള്ളിൽ ആദ്യമായിട്ടായിരിക്കാം ഇവരിങ്ങനെ കൂളായിട്ട് അവിടെ നിന്ന്. കാറിനും ബസ്സിനൊക്കെ പോയവരെത്തി നോക്കുന്നുണ്ടായിരുന്നു ഈ ആൾക്കൂട്ടത്തെ കണ്ട്. അവധിക്കാലമാണ്. കുറേ നേരം ഫോൺ നോക്കി എങ്ങനെയാലും വീട്ടിൽ ചൊറിഞ്ഞു കുത്തിയിരുന്ന സമയം കളയേണ്ട മക്കളാണിത്. ഈ കണ്ട സാധനങ്ങളെല്ലാം ഒരുക്കി ഈ യൂണിഫോമിലും കയറി സ്കൂൾ ബസ്സിലും കയറി ഇവിടെ എത്തണമെങ്കിലും ഉണ്ടല്ലോ, ചില്ലറ പണിയൊന്നുമല്ല കേട്ടോ ഇത്. ഇത്രയും കാലം വണ്ടി നോക്കിയെന്ന് പോലീസുകാർ തിരിഞ്ഞങ്ങ് നിന്നു. ഈ അധ്യാപകരും മക്കളും നോമിനേഷൻ കൊടുത്തില്ലെന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഇപ്പോൾ ഒരു വോട്ടെടുപ്പ് നടത്തിക്കോ ഇവർ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കപ്പെടേണ്ടി വരും. ഈ സ്കൂളിൻ്റെ അതിർവരമ്പുകൾ ഇങ്ങനെ വിശാലമാകുന്ന കാഴ്ച കാണാൻ തന്നെ എന്നാ രസമാണെന്നറിയാവോ. നമ്മുടെ സാധാരണ സ്കൂളിൽ പഠിക്കുന്നൊരു മക്കളാണ് ഹിന്ദി മാത്രം സംസാരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് കോൺഫിഡൻസോടെ ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കൾക്ക് ഇതിൽ പരം അവസരങ്ങളൊക്കെ എന്നതാണ് കിട്ടാനുള്ളത്. ഇനി സമയം ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. നീണ്ടു അവരുടെ സ്നേഹ സംഭാഷണങ്ങൾ. റോഡരികെ ഒരു ക്ലാസ് റൂം ആകുന്ന നല്ല കാഴ്ച. തീർന്നില്ല, ഒരു പാലം കടന്നാൽ അപ്പുറത്ത് കാസർഗോഡ് ജില്ലയാണ്. അവിടെ ഇരിപ്പുണ്ട് കുറേ ആൾക്കാരിങ്ങനെ. എല്ലാവരും കൂടെ ആഘോഷമായിട്ട് അവരുടെ അടുത്ത് ചെന്നതിൻ്റെ സന്തോഷം അവർക്കും. പറയാതിരിക്കാൻ വയ്യ സ്കൂളിനെക്കുറിച്ച്. സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ തോമാപുരം. ഈ പിള്ളേരെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് സജി സാർ അങ്ങോട്ട് ട്രാൻസ്ഫറായിട്ട് വന്നിട്ട് വെറും 2 ആഴ്ച. ഉള്ളു തുറന്ന് പറയട്ടെ, ബഹുമാനം മാത്രം. അതിനിടയ്ക്ക് ഇതിവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മോരുംവെള്ളം ഒരു കുപ്പിയിലാക്കി, തണ്ണിമത്തലെല്ലാം കൂടെ പ്ലാസ്റ്റിക് കൂട്ടിലും. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, വല്ലാതെ മനസ്സിനെ തൊടും. ഒത്തിരി നന്ദിയോടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.